നിങ്ങൾക്ക് ഒരിക്കലെങ്കിലും ഇങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഒരാൾ നിങ്ങളെ ചതിക്കും എന്ന് മുമ്പേ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടാവും. ഒരു സംഭവം നടക്കുന്നതിന് മുമ്പ് ഒരു ഭയം വരുന്നത്, പിന്നെ അത് അങ്ങനെ തന്നെ ശരിയാവുകയും ചെയ്തു. ഇത് കോയിൻസിഡൻസ് അല്ല. ചില ആളുകൾക്ക് മറ്റുള്ളവർക്കില്ലാത്ത ഒരു പവർ ഉണ്ട്. അവർക്ക് ഭാവി കാണില്ല, പക്ഷെ അത് അവർക്ക് ഫീൽ ചെയ്യാൻ കഴിയും. ഇതൊരു ഗിഫ്റ്റാണ്, പക്ഷെ അതേസമയം ഇതൊരു അപകടവും കൂടിയാണ്. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന നക്ഷത്രങ്ങൾ ഈ കാറ്റഗറിയിൽ വരുന്നവരാണെങ്കിൽ, നിന്റെ നക്ഷത്രം ഇതിലുണ്ടെങ്കിൽ നിങ്ങൾ നോർമൽ അല്ല. നിങ്ങൾക്ക് ഭാവി കാണാൻ കഴിയുന്നുണ്ട്, അത് ഫീൽ ചെയ്യാൻ കഴിയുന്നുണ്ട്. ഈ വീഡിയോയിൽ ഞാൻ 3 കാര്യങ്ങളാണ് പറയുന്നത്. എന്തും കൊണ്ട് നിങ്ങൾക്ക് സിക്സ്ത് സെൻസ് പോലെ ഫീൽ ഉണ്ടാവുന്നു. നിങ്ങളുടെ ലൈഫ് എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്, ഈ പവർ എങ്ങനെ ബ്ലെസ്സിങ് ആവും, എങ്ങനെ നിങ്ങൾക്ക് അപകടമാവും. ഇത് മനസ്സിലാക്കിയാൽ നിനക്ക് നിന്നെ തന്നെ ബെറ്ററായി മനസ്സിലാകും. ആദ്യമായി ഒരു സത്യം മനസ്സിലാക്കണം, ഇത് മാജിക് അല്ല. നിന്റെ ബ്രെയിന് സബ് കോൺഷ്യസ് ആയി പാറ്റേൺ ഒബ്സർവ് ചെയ്യുന്നു. നീ കോൺഷ്യസ് ആയി കാണാത്ത കാര്യങ്ങൾ നിന്റെ മൈൻഡ് സൈലൻ്റിലി കളക്ട് ചെയ്യുകയാണ്. അതൊരു ഇൻഡ്യൂഷനായി പുറത്തേക്ക് വരുന്നു. അതുകൊണ്ടാണ് ചിലർക്ക് ഇത് തെറ്റാണ് എന്ന് ഫീൽ ആവുന്നത്. ആദ്യത്തെ ആയില്യം നക്ഷത്രം. ആയില്യം നക്ഷത്രക്കാർ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഇൻഡ്യൂറ്റീവ് ആൾക്കാരാണ്. എന്തും കൊണ്ട് ഇവരുടെ സിക്സ്ത് സെൻസ് നല്ല സ്ട്രോങ് ആവുമെന്ന് വെച്ചാൽ ഇവർ ഇമോഷണലി വളരെ സെൻസിറ്റീവാണ്. അവർ സെൻസിറ്റിവിറ്റി വളരെ വലുതാണ്. ആളുകളുടെ ബിഹേവിയർ നിങ്ങൾ നന്നായിട്ട് ഒബ്സർവ് ചെയ്യും. നിങ്ങൾ മറ്റുള്ളവരെ നന്നായിട്ട് ഒബ്സർവ് ചെയ്യും. ചെറിയ മാറ്റങ്ങൾ പോലും നന്നായിട്ട് തന്നെ നോട്ടീസ് ചെയ്യും. നിങ്ങൾ ആളുകളുടെ എനർജി വായിച്ചെടുക്കുകയും ചെയ്യും. നിങ്ങളുടെ ജീവിതം എങ്ങനെയാ വെച്ചാൽ ആരെ ട്രസ്റ്റ് ചെയ്യണം എന്ന് പെട്ടെന്ന് മുന്നേ തന്നെ മനസ്സിലാവും. അതുകൊണ്ട് അപകടം അവോയ്ഡ് ചെയ്യാൻ നിങ്ങൾക്ക് എന്തായാലും പറ്റും. പക്ഷെ ഓവർ തിങ്കിങ് കൂടുതലാണ്. ആരെയും പെട്ടെന്ന് വിശ്വസിക്കുകയില്ല, വിശ്വസിക്കാൻ പറ്റുകയുമില്ല. നിങ്ങളുടെ ഭാവിയിൽ നിങ്ങൾക്ക് അതുകൊണ്ട് ഒറ്റപ്പെട്ട ഒരു ഫീല് എന്തായാലും ഉണ്ടാവും. പക്ഷെ തെറ്റായിട്ടുള്ള ആളുകളിൽ ഫാളാവില്ല. അങ്ങനെ തെറ്റായിട്ട് ആളുകളിൽ വീണാലും അത് ഒരുപാട് കാലം പോകും.